നമസ്കാരം. പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഏറ്റവും 2025 ഏറ്റവും ചോദിക്കാൻ ചാൻസുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിൻ്റെ ഗുഡ്വിൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നമുക്കറിയാം, ലോക ക്യാൻസർ ദിനം എന്നാണ് കൂട്ടുകാരെ. ലോക ക്യാൻസർ ദിനം എന്നാണ്. അത് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഇനി ഈ ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം പീസ് ചോദിക്കാറുണ്ട്. 2025 പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. എന്താണ് കൂട്ടുകാരെ? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് 2025 ലോക ക്യാൻസർ ദിനം. എന്നാണ്. ഇതൊക്കെ പീസ് ചോദിച്ചാൽ ലോക ക്യാൻസർ ദിനം എന്നാണ് പീസ് ഓൾറെഡി ചോദിച്ചു. എന്താണ് 2024 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം പീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2025 പഠിച്ചോ? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ചോദ്യം എന്തായിരുന്നു? നമുക്കുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇതിൻ്റെ ക്യാമ്പയിൻ ഉണ്ടല്ലേ, നമ്മുടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ നടി ആര് എന്നാണ് ചോദ്യം. ആരായിരുന്നു? ശരിയുത്തരം മഞ്ജു വാര്യരാണ്. ആരാണ് കൂട്ടുകാരെ? മഞ്ജു വാര്യർ. അപ്പം ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? അത് മഞ്ജു വാര്യരാണെന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡോക്ടർ വി നാരായണൻ പുതുതായി ചുമതലയേറ്റത് ഇവയിൽ ഏത് സ്ഥാനത്തേക്കാണ്? ഏത് സ്ഥാനത്തേക്കാണ് എന്നാണ് ചോദ്യം. എന്താണ്? പുതിയ ISRO ചെയർമാനായിട്ടാണ് ഡോക്ടർ വി നാരായണൻ ചുമതലയേറ്റത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥ്യത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. അറിയോ? അതിനു മുന്നേ ഈ 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? പഠിച്ചോ? വേദി എവിടെയാണ്? വേദി ഫ്രാൻസ് ആണ്. അതാണ് എവിടെയാണ്? ഫ്രാൻസ്. ഓപ്ഷൻ സി ഫ്രാൻസ് ആണ് വേദി. 2025 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ ആതിഥ്യത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. എങ്കിൽ അധ്യക്ഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടി 2025 അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ പറയണം. അധ്യക്ഷൻ ആരാണ് കൂട്ടുകാരെ? അത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. വേദി എവിടെയാണ്? അത് ഫ്രാൻസ് ആണ്. അധ്യക്ഷൻ ആരാണ്? നരേന്ദ്രമോദിയാണെന്നും കൂടി ഓർത്തു വെക്കുക. ഇനി ലേറ്റസ്റ്റായ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ആണ്. അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ച സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ഗുജറാത്ത്. എന്തിനാണ് ഗുജറാത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ റോബോട്ടുകൾ വികസിപ്പിച്ചെടുത്തത്? അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ചത് ഗുജറാത്ത് ആണെന്നും കൂടി ഓർത്തു വെക്കുക. മനസ്സിലായില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇനി നമ്മുടെ PS ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഏത്? ദേവിക. ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ പേരാണ് ദേവിക. ഇത് PSC ചോദിച്ച ചോദ്യമാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2024 ഡിസംബറിൽ നടന്ന ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ
സ്ലൈനെക്സ് 24ൻ്റെ വേദി എവിടെയാണ്? സ്ലൈനെക്സ് 24ൻ്റെ വേദി ഓപ്ഷൻ എ വിശാഖപട്ടണമാണ്. എവിടെയാണ്? വിശാഖപട്ടണം. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ICC പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ആദ്യത്തെ രാജ്യം തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. എന്താണ് ക്വസ്റ്റ്യൻ? 2025 ICC പുരുഷ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ സി പാകിസ്ഥാനാണ്. മനസ്സിലായില്ലേ? യെസ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റ് എന്താക്കണം? എല്ലാ കൂട്ടരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയാം, അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഇത്തരത്തിൽ പോയിൻറ്റ്സ് ചേർക്കാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയൊന്നുമില്ലെങ്കിൽ ഒരു ലവ് ചുനോ ഒരു തംസപ്പോ എന്തെങ്കിലും എന്താക്കണം? യെസ്, നിങ്ങൾ എല്ലാവരും എന്താക്കണം? കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ എന്താണ് എനിക്ക് ഈ വീഡിയോയുടെ താഴെ നൽകുക. ഓക്കെ, നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതൊരു ബൈ, സി യു.